ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആക്ടിവിറ്റി 1, റീഡ് ദി ഫോളോവിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. ഈ ഫോളോവിങ് സ്റ്റോറി റീഡ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള ഗിവൺ ബില്ലോ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്താൻ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആദ്യം സ്റ്റോറി റീഡ് ചെയ്യാം. എ ലയൺ വാസ് സ്ലീപ്പിംഗ്. ഒരു ലയൺ, ഒരു സിംഹം താൻ ഉറങ്ങുകയായിരുന്നു. എ മൗസ് കെയിം ദർ. ഒരു മൗസ്, ഒരു എലി അവിടെ വന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഓൺ ദി സ്ലീപ്പിംഗ് ലയൺ. ഇറ്റ് സ്റ്റാർട്ടഡ്, അത് തുടങ്ങിയില്ലേ, എന്ത് പ്ലേയിങ്ങിലെ കളിക്കാൻ വേണ്ടി തുടങ്ങി. സ്ലീപ്പിംഗ് ലയൻ, ഉറങ്ങുന്ന ലയൻ്റെ പുറത്ത് കളിക്കാൻ തുടങ്ങി. ദി ലയൺ വോക്കപ്പ്. ലയൺ എന്താണ്, ഉണർന്നു, അല്ലെ വോക്കപ്പ് ചെയ്തു. ഇറ്റ് വാസ് ആംഗ്രി. ഇറ്റ് കോട്ട് ദി മൗസ്. അതെന്തായിരുന്നു, ആംഗ്രിയിലെ ദേഷ്യത്തിലായിരുന്നു. ഇറ്റ് കോട്ട് ദി മൗസ്. മൗസിനെ പിടിച്ചു, എലിയെ പിടിച്ചു. ഐ വിൽ കിൽ യു. ദി ലയൺ റോർഡ്. അല്ലെ, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ലയൺ റോർ ചെയ്തു. അല്ലേ, ഇങ്ങനെ അലറി. അല്ലേ, ലയൺ റോർ ചെയ്യല്ലേ ചെയ്യുക. ദി മൗസ് വാസ് ഫ്രൈറ്റൻഡ്. മൗസ് എന്താണ്, പേടിച്ചു പോയി, ഫ്രൈറ്റൻഡ്. ഫോർഗീവ് മീ ഓ കിങ്, ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്. അല്ലെ, ഫോർഗീവ് മീ, ക്ഷമിക്കൂ. അതെന്താണ്, ഓ കിങ്, ഓ രാജാവേ, അതെൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ തെറ്റാണ്. ദി മൗസ് സ്റ്റാർട്ടഡ് ക്രൈ. മൗസ് എന്താണ്, കരയാൻ തുടങ്ങി. ഫൈനലി ദി ലയൺ ലെറ്റ് ഇറ്റ് ഗോ. അല്ലെ, അവസാനം എന്താണ്, ആ ലയൺ അതിനെ പോകാൻ അനുവദിച്ചു. ആഫ്റ്റർ സം ഡേയ്സ് ദി ലയൺ വാസ് കോട്ട് ഇൻ എ നെറ്റ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലയൺ വാസ് കോട്ട് ഇൻ എ നെറ്റ്. ഒരു നെറ്റിലൊരു വലയിൽ കുടുങ്ങി. ദി മൗസ് സോ ദി ലയൺ. ആ മൗസ് എന്താണ്, ആ ലയനെ കണ്ടു. ഐ ഷാൽ ഫ്രീ യു സൈഡ് ദി മൗസ്. അല്ലെ, ഞാൻ നിന്നെ ഫ്രീ ആക്കാം, അല്ലെ, രക്ഷിക്കാം. മൗസ് ആര് പറഞ്ഞു, മൗസ് പറഞ്ഞു. ഇറ്റ് കട്ട് ദി നെറ്റ് വിത്ത് ഇറ്റ്സ് ടീത്ത്. അല്ലെ, അതിൻ്റെ ടീത്ത്, പല്ല് ഉപയോഗിച്ചിട്ട് ആ നെറ്റ് കട്ട് ചെയ്തു. ദസ് ദി ലയൺ ബിക്കം ഫ്രീ. അല്ലെ, അതുകൊണ്ടാണ് ലയൺ ഫ്രീ ആയത്, രക്ഷപ്പെട്ടത്. ഈ താങ്ക്ഡ് ദി മൗസ്. ലയൺ എന്താണ്, മൗസിനോട് താങ്ക്സ് പറഞ്ഞു, നന്ദി പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദി സ്റ്റോറി. ഈ സ്റ്റോറിക്ക്, ഈ കഥയ്ക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. ദി ലയൺ ആൻഡ് ദി മൗസ്, അല്ലെ, ദി കിങ് ആൻഡ് ദി മൗസ്, അല്ലെ, എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. സെക്കൻഡ്, വാട്ട് ഈസ് ദി മെസ്സേജ് ഓഫ് ദി സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ മെസ്സേജ് എന്താണ്, നമുക്ക് തരുന്ന മെസ്സേജ്. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റൈസ്. പതുക്കെ ഉള്ളത്, സ്റ്റഡി ആയിട്ടുള്ളത് ആണ് വിൻ ചെയ്യുക, അല്ലെ, റേസിൽ വിൻ ചെയ്യുക. ആമയും മുയലിൻ്റെതെന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് പറയാം. അതല്ലല്ലോ ഇവിടെ. ബി കൈൻഡ് ടു എവരി വൺ. നമ്മളെന്താണ്, എല്ലാവരോടും കൈൻഡ് ആവണം. തിങ്ക് ബിഫോർ യു ആക്ട്. നിങ്ങൾ ആക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചിന്തിക്കണം. ഡി എവരി വൺ ഹാസ് ദെയർ ഓൺ സ്ട്രെങ്ത്. അല്ലെ, ഓരോരുത്തർക്കും അവരുടേതായ സ്ട്രെങ്ത് ഉണ്ട്. ഇതിലെ മെസ്സേജ് ഏതാണ്, ബി കൈൻഡ് ടു എവരി വൺ, എല്ലാവരോടും ദയുള്ളവനായിരിക്കണം. അല്ലേ, ആദ്യം ലയണ് മൗസിനെ വിട്ടയച്ചു, പിന്നെ മൗസ് എന്താണ്, ലയണിനെ രക്ഷിച്ചു. അല്ലേ, അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡ് ആണ്, അല്ലേ, നന്ദിയുള്ളവരാണ്. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദി സെൻറ്റൻസ് വിത്ത് ദി കറക്റ്റ് ഇമേജ്. അപ്പോൾ കറക്റ്റ് ഇമേജുമായിട്ട് ഈ സെൻറ്റൻസ് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ ഇമേജ് എന്താണ്, ഓരോന്ന് റീഡ് ചെയ്ത് നോക്കുക. ദി ലയൺ ഫെൽ ഇൻ ടു ട്രാപ്പ് ആൻഡ് സ്ക്രീംഡ് ഫോർ ഹെൽപ്പ്. അപ്പോൾ ട്രാപ്പിൽ അകപ്പെട്ടിട്ട് ഹെൽപ്പിന് വേണ്ടിയിട്ട്, സഹായത്തിന് വേണ്ടിയിട്ട് സ്ക്രീം ചെയ്യുന്നത്, അല്ലേ, ട്രാപ്പിൽ അകപ്പെട്ടത് ഇതല്ലേ. അപ്പോൾ അത് യോജിപ്പിക്കുക, അല്ലേ, നെറ്റിൽ അകപ്പെട്ടത്. ദി ലയൺ ടുക്ക് ദി മൗസ് ആൻഡ് വാണ്ടഡ് ടു കിൽ ഇറ്റ്. അല്ലേ, മൗസിനെ എടുത്തു, എന്നിട്ട് അതിനെ കില്ല് ചെയ്യണമെന്ന് തോന്നിയില്ലേ, അതേതാണ് ഇതല്ലേ, മൗസിനെ ടുക്ക്, അല്ലേ, മൗസിനെ എടുത്തത് ഇതാണ്. ദെൻ ദി മൗസ് സോ ദി ലയൺ സ്ലീപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഓൺ ഇറ്റ്. അല്ലേ, ഉറങ്ങുന്നത് കണ്ടു, കളിക്കാൻ തുടങ്ങി. അതേതാണ്, ഇല്ലേ, ഇതാണ് കളിക്കുന്നത്, ഉറങ്ങുന്നത് കണ്ടിട്ട് കളിക്കുന്നത്. ഓരോന്ന് മാച്ച് ചെയ്യുക. ആക്ടിവിറ്റി 2, ദി മേയർ ഓഫ് ദി സിറ്റി ഡിസൈഡഡ് ടു റിമൂവ് ദി സ്റ്റാറ്റ്യൂ ഓഫ് ദി ഹാപ്പി പ്രിൻസ്. അല്ലെ, സിറ്റിൻ്റെ മേയർ എന്താണ്, ഡിസൈഡ് തീരുമാനിച്ചു, ടു റിമൂവ് ദി സ്റ്റാറ്റ്യൂ ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാറ്റ്യൂ, പ്രതിമയെ റിമൂവ് ചെയ്യാനില്ലേ, അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സോ ഹി പ്ലാൻ ടു കണ്ടക്ട് എ മീറ്റിംഗ് ടു ഡിസ്കസ് ഇറ്റ്. അപ്പോൾ ഇതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു, പ്ലാൻ ചെയ്തു. പ്രിപ്പയർ എ നോട്ടീസ് അനൗൺസിങ് ദി മീറ്റിംഗ്. അല്ല, ആ മീറ്റിംഗ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നോട്ടീസ് ഉണ്ടാക്കാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു നോട്ടീസിൻ്റെ മോഡൽ പഠിച്ച് വെക്കുക. സബ്ജക്റ്റ് ഓരോന്നിനനുസരിച്ച് മാറ്റുക. അല്ലെ, വെന്യൂ തന്നിട്ടുണ്ട്, കോൺഫറൻസ് ഹാളിലാണ്. എവിടെ നിന്നാണ് നടക്കുന്നത് എന്നുള്ള അറിയിക്കണം നമ്മൾ, ഇല്ലേ, നോട്ടീസിൽ. അല്ലെ, ഡേറ്റും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഈ സബ്ജക്റ്റ് ഉൾപ്പെടുത്തിയിട്ട് ഒരു നോട്ടീസിൽ നമ്മൾ ഇന്ന് എന്ത് പരിപാടിയാണ് നടക്കുന്നത്, എന്ന ഡേറ്റിൽ ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്നതാണ്, എല്ലാവരും ആ മത്സരത്തിൽ അതിലേക്ക് പങ്കെടുക്കാൻ ഈ സ്ഥലത്ത് എത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് അച്ചടിക്കില്ല. ആ നോട്ടീസ് കണ്ടിട്ടാണ് പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. അല്ലേ, അപ്പോൾ ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടതാണ് നോട്ടീസ്. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, ദി സ്റ്റാറ്റ്യൂ ഓഫ് ദി ഹാപ്പി പ്രിൻസ് ബിക്കെയിം ഷാബി. അല്ലേ, ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാറ്റ്യൂ എന്താണ്, പ്രതിമ എന്താണ്, ഒരു ചീഞ്ഞൊരു നാശമായിട്ടുണ്ട്, അല്ലേ, ഷാബി ആയിട്ടുണ്ട്. സം ഓഫ് ദി കൗൺസിലേഴ്സ് വാണ്ടഡ് ടു റിമൂവ് ഇറ്റ്. അല്ലേ, ചില കൗൺസിലേഴ്സിന് എന്താണ്, അത് ഒഴിവാക്കണം, റിമൂവ് ചെയ്യണം. സോ ദി അതോറിറ്റീസ് പ്ലാൻ ടു കണ്ടക്ട് എ മീറ്റിംഗ് ടു ഡിസ്കസ് ഇറ്റ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ അതോറിറ്റീസ് എന്താണ്, ഒരു മീറ്റിംഗ്, അല്ലെ, അതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, ഈ സ്റ്റാറ്റ്യൂ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൾ ആർ വെൽക്കം, എല്ലാവർക്കും സ്വാഗതം. ഡേറ്റ്, വെന്യൂ, കോൺഫറൻസ് ഹാൾ, അല്ലേ, അതൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ടൈം, അല്ലേ, ടൈം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ സമയത്തിനാണ്, ഈ സ്ഥലത്ത് ഈ ഡേറ്റിന് എല്ലാവരും എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട്, അല്ലെ, ഒരു നോട്ടീസ്, അല്ലേ, മേയറിൻ്റെ നോട്ടീസ്.
അപ്പോൾ നോട്ടീസിൽ ഫസ്റ്റ് നമ്മൾ ഡിയർ ഫ്രണ്ട്സിലെ എല്ലാവരോടും എന്നിട്ട് എന്താണോ സബ്ജക്റ്റ് ഇല്ലേ അതിവിടെ കൊടുക്കുക. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണ് സെയിം ആണ് ഇവിടെ അങ്ങോട്ട്. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്താണ് പ്ലാൻ ടു കണ്ടക്ട് എ മീറ്റിംഗ്. ആരാണോ പ്ലാൻ ചെയ്യുന്നത് അല്ലേ, ടീച്ചേഴ്സാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ദി ടീച്ചേഴ്സ് പ്ലാൻ ടു എന്നാക്കുക. എന്താ ആരാണോ പ്ലാൻ ചെയ്യുന്നത് അല്ലേ, ഒരു ആൾക്കാരാണെങ്കിൽ ആൾക്കാരെ വെച്ചിട്ട് അല്ലേ. സോ ദി പീപ്പിൾസ് ആർ പ്ലാൻ ടു കണ്ടക്ട് എ മീറ്റിംഗ് ടു ഡിസ്കസ് ഇറ്റ്. അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗിലേക്ക് എല്ലാവരും വരണം. ആൾ ആർ വെൽക്കം അല്ലേ, എല്ലാവരും എത്തിച്ചേരണം ഈ ഡേറ്റിനില്ലേ. ഈ ഡേറ്റ് ഈ കോൺഫറൻസ് ഹാളിൽ എത്തിച്ചേരണം. ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എവിടെയാണ് എത്തേണ്ടത്, ഏത് ടൈമിനാണെന്നൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു നോട്ടീസ്. ഈ നോട്ടീസ് കണ്ടിട്ടാണ് ആളുകൾ അവിടെ എത്തേണ്ടത്. ആക്ടിവിറ്റി 3, ദി യങ് മാൻ ഇൻ ദി സ്റ്റോറി ദി ഹാപ്പി പ്രിൻസ് ഫിനിഷ്ഡ് റൈറ്റിംഗ് ദി പ്ലേ. ദെൻ ഹീ ലുക്ക്ഡ് ത്രൂ ദി വിൻഡോ. വിൻഡോയിലൂടെ നോക്കി. ഹീ സോ ദി ഫോളോവിങ് സീൻസ് ഓൺ ദി റോഡ്. റോഡിലുള്ള ഈ സീനൊക്കെയാണ് ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടത്. ഡിസ്ക്രൈബ് ദി പിക്ചർ. അപ്പോൾ ഈ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു പിക്ചർ തരും, എന്നിട്ട് ഡിസ്ക്രൈബ് ദി പിക്ചർ അല്ലേ. ഇവിടെ ജനലിലൂടെ നോക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ഒരു സ്റ്റാറ്റ്യൂ കാണുന്നുണ്ട്, ആളുകൾ നടക്കുന്നതും അല്ലേ, കച്ചവടക്കാരെയും അല്ലെ, ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ആ കാണുന്നതൊക്കെ അതുപോലെ എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ജനലിലൂടെ നോക്കിയപ്പോൾ കണ്ടത്? ദി യങ് മാൻ ലുക്ക്ഡ് ത്രൂ ദി വിൻഡോ അല്ലേ, വിൻഡോയിലൂടെ നോക്കി. ഹി സോ ദി ടൗൺ ത്രൂ ദി വിൻഡോ അല്ലെ, വിൻഡോയിലൂടെ ത്രൂ ദി വിൻഡോ എന്താണ് കണ്ടത്? ആ ടൗൺ തന്നെ കണ്ടു. ഇറ്റ് വാസ് എ ബിഗ് ടൗൺ. അതൊരു വലിയ ടൗൺ ആയിരുന്നു. സോ മെനി ബിഗ് ബിൽഡിങ്സ് വർ സീൻ ത്രൂ ദി വിൻഡോ അല്ലെ, വിൻഡോയിലൂടെ കുറേ ബിൽഡിങ്സ് കണ്ടു. ഹി സോ മെനി മർച്ചൻസ് ആൻഡ് സെല്ലേഴ്സ് ദർ അല്ലെ, മർച്ചൻസ് കച്ചവടക്കാരും, സെല്ലേഴ്സ് അല്ലേ അത് വിൽക്കുന്ന ആളുകളെയൊക്കെ കുറേ ആൾക്കാരെ കണ്ടു അല്ലേ. ദി ടൗൺ വാസ് ബിസി അല്ലേ, ടൗൺ എന്താണ് ബിസി, തിരക്ക് പിടിച്ചുകൊണ്ട് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. ദർ വാസ് എ സ്റ്റാറ്റ്യൂ ഓഫ് ദി ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിന്റെ ഒരു സ്റ്റാറ്റ്യൂ ഉണ്ട്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സീൻ. അതൊരു ബ്യൂട്ടിഫുൾ മനോഹരമായ സീൻ ആയിരുന്നു. ലാസ്റ്റ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നില്ലേ, എന്തൊക്കെ കണ്ടു, കുറേ ആളുകളെ കണ്ടു, കുറേ ബിൽഡിങ്സ് കണ്ടു അല്ലേ. അങ്ങനെ സോ മെനി ഇല്ലേ, ഇത്രയും സാധനങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഈ പിക്ചറിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഏതെങ്കിലും ഒരു പിക്ചർ ചോദിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും അല്ലേ. 2024 ഈ വർഷം സിലബസ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലുള്ള ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ ലെറ്റർ ഉണ്ട്, ഡയറി ഉണ്ട് അല്ലേ, സാൾട്ട് ഇൻ ഇഷ്യൂസ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു വേറെ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കാം. ഒരു സ്റ്റോറി, ലെറ്റർ ടു ഗോഡ് എന്ന സ്റ്റോറിയിലെ ഒരു ഇവൻറ്റ്സ് തന്നിട്ട് അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോറിയിൽ ഏതെങ്കിലും കുറച്ച് പോയിന്റ്സ് തരും. അത് നിങ്ങൾ ഓർഡറിലാക്കിയിട്ടില്ലേ, ഫസ്റ്റ് നിന്ന് ലാസ്റ്റിലേക്കല്ലേ ആദ്യം നടന്നത്, ഓർഡറിലാക്കി എഴുതണം. അതിന് പകരം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ആക്ടിവിറ്റി 6, എഡിറ്റ് ദി ഫോളോവിങ് പാസേജ്. അപ്പോൾ ഈ പാസേജ് ഒക്കെ എഡിറ്റ് ചെയ്യാനാണ്. ഹീ പിക്ക്ഡ് അപ്പ് ഹിസ് ബ്രഷ് അല്ലേ, അവൻ്റെ ബ്രഷ് എടുത്തു, എഗെയിൻ അല്ലേ വീണ്ടും എടുത്തു, ആൻഡ് ബിഗൻ വർക്കിംഗ് ഹാർഡ്. എന്നിട്ട് എന്താണ് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെന്താണ്, ഇത് പാസ്റ്റ് ഫോമിലേക്ക് ആക്കണം. ബ്രഷ് എന്നുള്ളതിനെ BRUSH അല്ലേ, ബ്രഷ് എന്നാക്കണം അല്ലേ. വീണ്ടും എടുത്തു, അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ, പാസ്റ്റ് ഫോമിലേക്ക് ആക്കി എഴുതണം. ബെൻറോഗസ് ഈസ് കമ്മിങ് ഡൗൺ ദി സ്ട്രീറ്റ്. കമ്മിങ് ഡൗൺ ദി സ്ട്രീറ്റിലേക്ക് വന്നു, അപ്പോൾ അത് വന്ന് കഴിഞ്ഞു അല്ലേ, അപ്പോൾ അത് പാസ്റ്റിലേക്ക് ആക്കണം. ഈസിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്, വാസ് അല്ലേ. ബെൻറോഗസ് വാസ് കമ്മിങ് ഡൗൺ ദി സ്ട്രീറ്റ്. ടോം പ്രെറ്റൻഡഡ് നോട്ട് ടു സീ ഹിം. അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ. ടോം എന്നുള്ളത് എന്താണ്, ഒരു നെയിമാണ്. ഒരു നെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടീന്ന് ക്യാപിറ്റൽ എഴുതുക അല്ലേ. ടോം പ്രെറ്റൻഡഡ് നോട്ട് ടു സീ ഹിം അല്ലേ, അവനെ കാണാത്ത രീതിയിൽ അഭിനയിച്ചു, പ്രെറ്റൻഡ് ചെയ്തു. അപ്പോൾ ടോം എന്നുള്ളത് ഒരാളുടെ പേരാണ്. ഹി വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ അല്ലേ, എന്നുള്ളതിനേക്കാളും ഹാർഡായിട്ട് വർക്ക് ചെയ്തു. ബെൻ വാസ് ഈറ്റിംഗ് എ ആപ്പിൾ അല്ലേ, ബെൻ എന്താണ്, ഒരു ആപ്പിൾ തിന്നുകയായിരുന്നു അല്ലേ. ആപ്പിളിൻ്റെ മുന്നെന്താണ്, എ ആണോ ഏനാണോ വരിക, ഏൻ അല്ലേ, ഏൻ ആപ്പിൾ എന്നാണ് പറയുക അല്ലേ. എ ആപ്പിൾ എന്നല്ല, ഏൻ ആപ്പിൾ എന്ന ഫ്രേസാണ് വരേണ്ടത്. അപ്പോൾ എ എന്നുള്ളതിന് പകരം ആൻ. ഹീ ലുക്ക്ഡ് വെരി ഹാപ്പി. ഹി വാസ് പ്രെറ്റൻഡിങ് ദാറ്റ് ഹി വാസ് എ ബിഗ് ഷിപ്പ് ആൻഡ് വാസ് റോളിംഗ് ലൈക്ക് വൺ അല്ലേ. ഒരു ബിഗ് ഷിപ്പ് ഉണ്ടെന്നുള്ളതിൽ പ്രെറ്റൻഡ് ചെയ്തിട്ട് അത് ഒറ്റയ്ക്ക് തള്ളുന്നത് പോലെ അഭിനയിച്ചു. ഹി ഗേവ് ഓർഡർ ടു എ ലൗഡ് വോയിസ് ആൻഡ് ദി ഷിപ്പ് ഒബേഡ് ദം അല്ലേ. അവൻ എന്താണ്, ഒരു ലൗഡർ വോയിസ് കൊടുത്തു, ആ ഷിപ്പ് എന്താണ് അവനെ ഒബേ ചെയ്തു, അനുസരിച്ചു. അപ്പോൾ ഇവിടെ 2 എന്നാണുള്ളത്. അപ്പോൾ അതെന്താക്കണം, ഇന്നാക്കണം അല്ലേ. ഓർഡേഴ്സ് ഇൻ എ ലൗഡ് വോയിസ്, ഒരു ലൗഡ് വോയിസിൽ അല്ലേ. ടു എ ലൗഡ് വോയിസിനല്ലല്ലോ കൊടുക്കുന്നത് ഓർഡർ, ഒരു ലൗഡ് വോയിസിൽ ഉറക്കെ സംസാരിച്ചു അല്ലേ, ഉറക്കെ ഉച്ചത്തിൽ എന്നുള്ളതിന് അല്ലേ. ഓർഡേഴ്സ് ഇൻ എ ലൗഡ് വോയിസ്, ഒരു ലൗഡ് വോയിസിൽ അല്ലേ, ഉറക്കെ അല്ലേ. ഓക്കെ, നമ്മുടെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. മൈക്കിൾ ടീം വൺ ദി ഗെയിം അല്ലേ, മൈക്കിളിൻ്റെ ടീം ആ ഗെയിമിൽ വിജയിച്ചു. ഹി വാസ് വെരി ഹാപ്പി. ഹി wrote ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി അല്ലേ. വിജയിച്ചപ്പോൾ എന്താണ്, വളരെ സന്തോഷത്തിൽ അവൻ്റെ ഫീലിങ്സ് എന്താണ് അന്നത്തെ ദിവസത്തെ ഡയറിയിൽ എഴുതിയില്ലേ, wrote ചെയ്തു. വാട്ട് കുഡ് ബി ഹിസ് ഡയറി എൻട്രി, എന്തായിരിക്കും ആ ദിവസത്തെ ഡയറി അല്ലേ. വിജയിച്ചപ്പോൾ വളരെ സന്തോഷത്തിൽ എഴുതി ആ അന്നത്തെ ദിവസത്തെ ഡയറി ഏതാനാണ് പറഞ്ഞത്. ഒരു ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് ഇല്ലേ, ഏത് ദിവസമാണല്ലേ, 6/1/2024 വെനസ്ഡേ, ഏത് ദിവസമാണെന്ന് നിർബന്ധമായി എഴുതണം അല്ലേ. ഇന്ന് എഴുതുന്ന ഡയറി ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടല്ല ഇന്ന് എഴുതിയതാന്ന് മനസ്സിലാവുകയുള്ളൂ. ടുഡേ വാസ് എ ഗ്രേറ്റ് ഡേ ബിക്കോസ് മൈ ടീം വൺ ദി ഗെയിം അല്ലേ. ഇന്നെന്തായിരുന്നു, ഒരു ഗ്രേറ്റ് ഡേ ആയിരുന്നു. കാരണം എന്താണ്, ബിക്കോസ് മൈ ടീം വൺ ദി ഗെയിം, എൻ്റെ ടീം ഗെയിമിലെ കളിയിൽ വിജയിച്ചു. ഐ ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്, എനിക്കെന്താണ് വളരെ സന്തോഷവും അഭിമാനവും തോന്നിയില്ലേ, പ്രൗഡും തോന്നി. ഐ വർക്ക്ഡ് ഹാർഡ് അല്ലേ, ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു, നല്ലോണം വർക്ക് ചെയ്തു. ആൻഡ് ഐ ഈവൻ സ്കോർഡ് പോയിന്റ്സ്, ഞാൻ എന്താണ് പോയിന്റ്സ് വരെ സ്കോർ ചെയ്തു അല്ലേ, പോയിന്റ്സ് വരെ എടുത്തു, സ്കോർ ചെയ്തു. മൈ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വെർ ദർ, എൻ്റെ ഫാമിലിയും എൻ്റെ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ചിയേർഡ് ഫോർ മീ അല്ലേ, അവരും എൻ്റെ കൂടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു.
ഇറ്റ് ഫെൽറ്റ് അമേസിങ് ടു ഹിയർ ദം അല്ലേ, അതെന്തായിരുന്നു വളരെ അമേസിങ് ആയിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ടില്ല, ആ സന്തോഷം കേൾക്കാൻ വേണ്ടിയിട്ട്. ഐ ലവ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ, എനിക്കെന്താണ് ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ആൻഡ് ഐ കാൺ വെയിറ്റ് ടു പ്ലേ അഗെയിൻ, എനിക്കെന്താണ് ഇനി കളിക്കാൻ കാത്തു നിൽക്കാൻ കഴിയുന്നില്ല. ഐ കാൺ വെയിറ്റ് അല്ലേ. ഐ ഹോപ്പ് വി ക്യാൻ വിൻ മോർ ഗെയിംസ് ടുഗദർ ആസ് എ ടീം അല്ലേ, ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു, ഐ ഹോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു, വി ക്യാൻ വിൻ നമുക്ക് വിജയിക്കാൻ കഴിയും, മോർ ഗെയിംസിലെ കുറേ ഗെയിംസ് ഇതുപോലെ ഒരുമിച്ച് നിന്നിട്ട് ഒരു ടീമായിട്ട് വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലേ. ഓക്കെ, ഇത് മൈക്കിളിൻ്റെ ഡയറിയാണ്. ഓക്കെ, മൈക്കിൾ നമ്മുടെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന ചാപ്റ്ററിൽ മൈക്കിൾ എന്താണ് ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. അപ്പോൾ നമ്മുടെ കുട്ടി മൈക്കിളിൻ്റെ അന്നത് വിജയിച്ച ദിവസത്തെ ഡയറിയാണ്. 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മോർ ക്വസ്റ്റ്യൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. നോട്ടീസിൻ്റെ ഫോർമാറ്റ്, ലെറ്ററിൻ്റെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ പ്രൊഫൈൽ എഴുതാനും കണ്ടൻസിൽ നിന്ന് പ്രൊഫൈൽ തയ്യാറാക്കാനും, പ്രൊഫൈൽ തന്നിട്ട് അതിൽ നിന്ന് കണ്ടൻസിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ സെലക്ട് ചെയ്ത് എഴുതാനുണ്ടാവും. അതൊക്കെ ഞാൻ സാൾട്ട് ഇൻ ദി ഷൂസിൻ്റെ ആക്ടിവിറ്റീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കേണ്ടത്. അതുപോലെ ചാപ്റ്റേഴ്സിൽ റീഅറേഞ്ച് ചെയ്യാനുണ്ടാവും അല്ലെ, ഓർഡറിലാക്കാനുണ്ടാവും. അപ്പോൾ ചാപ്റ്റർ ജസ്റ്റ് അതിൻ്റെ മീനിങ് വേണ്ടവർക്ക് അതിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ആണ് കാര്യമായിട്ട് പഠിക്കേണ്ടത്.